മുണ്ടക്കയിലും ചൂരൽമലയിലും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന ഈ ദുരന്തം ബാധിച്ച മറ്റ് മേഖലകളിലും എല്ലാം തന്നെ തിരച്ചിൽ ദൗത്യം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വില്ലേജ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചൂരൽമലയിൽ നിന്ന് അല്പം മാറിയാണ് ഈ പ്രദേശമുള്ളത്. ഈ ഭാഗത്ത് വലിയ തരത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ഭാഗത്ത്, കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അത്രയധികം മണ്ണും മരവും ചെളിയുമെല്ലാം തന്നെ അടിഞ്ഞു വന്ന അല്ലെങ്കിൽ ഇവിടെ വന്ന് അടിഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത്. അത് മാത്രമല്ല, ഗൃഹോപകരണങ്ങളടക്കം ഈ ഭാഗത്തെ തെരച്ചിലിൽ കണ്ടെത്തി. മാത്രമല്ല, ഇതുവരെയുള്ള തെരച്ചിലിൽ ഈ ഭാഗത്ത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് ഈ വില്ലേജ് റോഡ് ചേർന്ന് ഏതാണ്ട് 50ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുവരെ ഈ തെരച്ചിൽ നടക്കുമ്പോൾ ഇതുവരെ 2 പേരുടെ മൃതദേഹം ഈ കാണുന്ന ഈ കിടക്കുന്ന കല്ലും ചെളിയും മണ്ണും പാറയും മരവുമെല്ലാം അടങ്ങിയ ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ഈ തിരച്ചിൽ ദൗത്യം ഇപ്പോൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടുതൽ യന്ത്രസാമഗ്രികൾ, ഹിറ്റാച്ചികൾ, JCBകൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടേക്ക് എത്തിച്ച് തെരച്ചിൽ ദൗത്യം ഊർജിതമായി നടക്കുകയാണ്. ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ ഭാഗത്ത് വലിയ തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല, ഈ കാഴ്ച കണ്ടാൽ നമുക്കും അത് ബോധ്യമാകും. എന്തായാലും ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം നടക്കുന്നത് സൈന്യമുണ്ട്, മറ്റ് സൈനിക വിഭാഗങ്ങളുണ്ട്, പോലീസ്, ഫയർഫോഴ്സ്, NDRF, ഒപ്പം തന്നെ നാട്ടുകാർ, സന്നദ്ധ സംഘടനകൾ, കൂട്ടായ്മകളെല്ലാം തന്നെ ചേർന്നാണ് വളരെ ഊർജിതമായ തെരച്ചിൽ ദൗത്യം പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ ഇതുവരെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു അനുകൂല സാഹചര്യം ഈ തെരച്ചിൽ ദൗത്യത്തിന്, രക്ഷാദൗത്യത്തിന് അത്തരമൊരു അനുകൂല സാഹചര്യം ഇന്നിപ്പോൾ ഇതുവരെ ഉണ്ട് എന്നത് ആശ്വാസകരമാണ്. ഇന്നലെയെല്ലാം തന്നെ വലിയ തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് രക്ഷാദൗത്യത്തെയും തെരച്ചിൽ ദൗത്യത്തെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് മഴ മാറി നിൽക്കുന്നു എന്ന അനുകൂലമായ സാഹചര്യം ഈ തെരച്ചിൽ ദൗത്യത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഈ ഭാഗത്ത് മുഴുവൻ തെരച്ചിൽ നടത്താൻ ഉള്ള തീരുമാനം, അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള തീരുമാനം. അതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ പറയുന്നത് പോലെ വിശദീകരിക്കാനാവാത്ത വിധത്തിലുള്ള ദുരന്തമാണ് ഈ ഭാഗത്തെ ഈ കാഴ്ച നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത്ര വലിയ മരങ്ങൾ, വലിയ മരത്തടികൾ ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നു. പലതും കടപുഴകി വന്നത്, പൊട്ടി വന്നത്, ആ നിലയ്ക്കുള്ള മരക്കഷണങ്ങൾ. അപ്പം തന്നെ ഈ മരത്തിന്റെ തോലുരിഞ്ഞു പോയി എന്നുള്ളത് കൂടി പ്രധാനമായി കാണണം. കാരണം അത്ര വലിയ മലവെള്ളപ്പാച്ചിൽ, കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ വില്ലേജ് റോഡ് പരിസരത്ത് നമ്മൾ കാണുന്നത്. ആ നിലയ്ക്ക് രക്ഷാപ്രവർത്തനം ഈ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ മുണ്ടക്കൈ, ഒപ്പം തന്നെ ചൂരൽമല, അങ്ങാടി, ഈ 2 ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ തെരച്ചിൽ നടത്തിയിരുന്നത്. മാത്രമല്ല, പ്രതികൂല കാലാവസ്ഥ ഈ ഭാഗത്തെ അടക്കം തെരച്ചിലിനെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തെരച്ചിൽ ദൗത്യം നടത്താനാണ് ഈ അധികൃതരുടെ തീരുമാനം, അധികൃതരുടെ നീക്കം. അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ തെരച്ചിൽ ഏതാണ്ട് ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, ആരാണ് എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധമുള്ള ആ നിലയ്ക്കാണ് മൃതശരീരങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നമുക്ക് പറയാനാകാത്ത വിധത്തിലുള്ള ദുരന്തം ഒരു പ്രദേശത്തെയും ആ പ്രദേശവാസികളെയും പിടിച്ചുലച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേദനയോടെയല്ലാതെ ഈ കാഴ്ച കണ്ടു നിൽക്കാനാകില്ല. എന്തായാലും ഇതിനിടയിലും ആശ്വാസകരമായ കാര്യം, ഇത്രയധികം മണ്ണും ചെളിയും കല്ലുമെല്ലാം തന്നെ ഈ ഭാഗത്ത് കൂടെ കുത്തിയൊലിച്ചു വന്നു. എന്നാൽ ഈ ഭാഗത്ത് ചില വീടുകളുണ്ട്, ആ വീടുകളെ സാരമായി ബാധിച്ചില്ല എന്നുള്ള ആശ്വാസം ഈ ഒരു ഘട്ടത്തിൽ കൂടി പറയേണ്ടതുണ്ട്. ആ വീട്ടിലുള്ളവരെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വീടിന് നാശനഷ്ടമുണ്ട്, മണ്ണും ചെളിയും എല്ലാം തന്നെ അടിഞ്ഞ് അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നതൊഴിച്ചാൽ ഈ ആളുകൾക്ക് ജീവഹാനി ഉണ്ടായില്ല. അത്രയധികം ദുഃഖം കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നാട്ടുകാരുടെ സേവനം കൂടി ഈ രക്ഷാപ്രവർത്തകർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഭാഗത്തെക്കുറിച്ച് നാട്ടുകാർക്കായിരിക്കും കൃത്യമായ വിവരമുള്ളത്, ധാരണയുള്ളത്, എവിടെ, എങ്ങനെ, എന്ത് എന്നുള്ള ധാരണയുള്ളത്.